മഹാരാഷ്ട്രയിൽ വൻ ഭൂരിപക്ഷത്തോടെ തുടർ ഭരണം ഉറപ്പിച്ച് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം. ആകെയുള്ള 288 സീറ്റിൽ 232 സീറ്റിലും ബിജെപി സഖ്യമാണ് മുന്നേറ്റം നടത്തിയത്. കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി 50 സീറ്റിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ബിജെപിയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 148 സീറ്റിൽ മത്സരിച്ചു, 133ലും ലീഡ് ചെയ്യുകയാണ്. പലയിടങ്ങളിലും ജയം ഉറപ്പാക്കി കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ആഘോഷ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. യഥാർത്ഥ ശിവസേന ആര്, യഥാർത്ഥ NCP ആര്? കാരണം 2019 മത്സരിച്ചപ്പോൾ ഒന്നിച്ചായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പിളർന്ന ഇരുപക്ഷത്തുമായി ശിവസേനയും NCPയും ഓരോ ഘടകങ്ങൾ വീതം നിലയുറപ്പിച്ച് ശക്തി പരീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിയമസഭയിലേക്ക് നടന്നത്. ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും ലഭിച്ചത് കനത്ത തിരിച്ചടിയാണെന്ന് പറയാതെ വയ്യ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടമുണ്ടാക്കിയ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ സീറ്റെണ്ണത്തിന്റെ അടുത്തുപോലും എത്താൻ കഴിയാതെ തകർന്നടിയുകയായിരുന്നു. അതേസമയം BJP തരംഗത്തിൽ മുഖ്യമന്ത്രി പദം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ദേവേന്ദ്ര ഫട്നാവിസ്. RSSന് പിന്തുണയും ഫട്നാവിസിനാണ്. വിവരങ്ങളുമായി R രാധാകൃഷ്ണൻ മുംബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. R രാധാകൃഷ്ണൻ, ഇതൊരു ഹാപ്പി മൊമെന്റ് ആണല്ലോ, സന്തോഷത്തോടെ ആയിരിക്കുമല്ലോ RK അവിടെ മുംബൈയിൽ നിൽക്കുന്നത്. ഇത്രയധികം ആധികാരികമായ ഒരു വിജയം, ഇതിനപ്പുറം എന്ത് മറുപടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഇന്ത്യ സഖ്യത്തിന് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി നൽകുന്ന ഇടത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. ഇന്നലെ വരെ ഇവിടെ ജനനിബിഡമായിരുന്നു. പ്രവചനങ്ങൾ അപ്രസക്തമാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഒരു ജനവിധി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ആസ്ഥാനം തയ്യാറെടുത്തിരുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിരുന്നത്. അന്ന് ഈ ഫലം അറിവായതിനു ശേഷം ഏതാണ്ട് 16 സീറ്റുകൾ കൂടി കിട്ടിയാൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. ഈ 129 സീറ്റുകൾ BJP ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ പോലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ളവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ ചോദ്യം ചെയ്തു എന്നതിലുപരി രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം ഇതുവരെയും കോൺഗ്രസ് നൽകിയിട്ടില്ല. ശിവസേനകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാനായിട്ട്, അഥവാ ഈ യഥാർത്ഥ ശിവസേന ആരാണ് എന്ന ജനങ്ങളുടെ കോടതിയിൽ തെളിയിക്കും എന്ന താക്കറെയുടെ നിലപാടിനെ അത് പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നാണ് ഷിംഗ്ഡെ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് അവർ കരുതുന്നത്. ശരത് പവാർ വിഭാഗത്തിനും തിരിച്ചടിയുടെ ഒരു നിമിഷമാണ് ഇന്നത്തെ ദിവസം സമ്മാനിച്ചിരിക്കുന്നത്. ശരത് പവാർ 288 സീറ്റിൽ 53 എന്ന് പറയുമ്പോൾ 5-1 പോലും ഇല്ലാതെ ഒതുങ്ങിപ്പോകുന്ന ഒരു അഖാടി. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കെട്ടുകാഴ്ചയ്ക്ക് ആ സഖ്യം നീണ്ടില്ല, ശക്തിയില്ല, ദുർബലമായിരിക്കുന്നു. ഇനിയൊരു പോരാട്ടത്തിനുള്ള കരുത്തില്ല ഇന്ത്യ മുന്നണിക്ക് എന്ന് തന്നെയല്ലേ മഹാരാഷ്ട്രയിലെ കാഴ്ച? മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒട്ടും ശുഭസൂചന നൽകുന്ന ഒന്നല്ല. ആ മുന്നണിയിലെ പാർട്ടികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, അത് ആശയപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ മുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളാണ് അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാതെ മുന്നോട്ട് പോയി വിജയം നേടാം എന്ന ഒരു ധാരണ നേതാക്കന്മാരുണ്ടാക്കിയപ്പോൾ അണികൾക്കിടയിലേക്ക് ആ വിധത്തിലുള്ള ഒരു ഒരുമയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമോ എത്തിക്കാനായി സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുകൂലമായി കൈക്കൊണ്ട ചില നിലപാടുകൾ ശിവസേന അടക്കമുള്ള പാർട്ടികളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസിനുള്ളിലും ഒരു വലിയ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഒപ്പം BJPയെ എതിർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സ്വീകരിക്കുന്ന ആ തന്ത്രങ്ങൾ അത്ര ഉചിതമല്ല എന്ന വിധത്തിലുള്ള നിലപാടും ഒരു വിഭാഗത്തിൻ്റെതായിട്ട് ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം ചോദ്യം ചെയ്യപ്പെട്ടു. അത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ശിവസേനയിലാണെങ്കിലും ഒപ്പം ശരത് പവാർ വിഭാഗത്തിന്റെ NCPയിലാണെങ്കിലും ആ വിധത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു.
പുറമെ മറുഭാഗത്താണ് അഥവാ മഹായുതിയിലാണ് പ്രശ്നങ്ങൾ എന്ന വിധത്തിൽ പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെട്ടിരുന്ന മഹാവികാസ് അഘാഡിക്ക് അവരുടെ ഉള്ളിലുള്ള ഭിന്നതകൾ മറച്ചുവെക്കാനായി നടത്തിയ ശ്രമം പരാജയപ്പെടുന്നതിൻ്റെ ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ ജനവിധി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ധവ് താക്കറെ മാധ്യമങ്ങളെ കാണാനായി പോവുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും. ഇനിയുള്ളത് ഈ സഖ്യത്തിന്റെ ഇനിയുള്ള ഘടന എങ്ങനെയാണ്, അഥവാ അതിന്റെ മുന്നോട്ട് പോക്ക്, ഭാവി എന്നിവ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ സംബന്ധിച്ചും ഒപ്പം ശരത് പവാർ വിഭാഗത്തെ സംബന്ധിച്ചും ഉണ്ട്. അതിലെ MLA-മാരായി എത്തിയിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും മറുകണ്ഠം ചാടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാഹചര്യങ്ങൾ വഴിമാറുന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് ഇരുവിഭാഗം ശിവസേനയും NCPയും നേതാക്കന്മാർ നടത്തുന്നത്. അവർക്ക് മാതൃ പാർട്ടികളിലേക്ക് മടങ്ങി വരാനായുള്ള അവസരം നൽകാനായി തയ്യാറാണ് എന്ന വിധത്തിലുള്ള പ്രതികരണം NCPയുടെ അജിത് പവാർ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നിര എന്നുള്ളത് ശുഷ്കമാകുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുന്ന ഒരവസ്ഥ കൂടി മഹാരാഷ്ട്ര വരും ദിവസങ്ങളിൽ കാണും. അതിന് രാഷ്ട്രീയമായിട്ട് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും അവസാന ദിവസം രാഹുൽ ഗാന്ധി അടക്കം നേരിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ആ പ്രചരണങ്ങളൊന്നും വിലപ്പോയില്ല. വിദർഭ അടക്കമുള്ള മേഖലകളിൽ ജനവിധി പൂർണ്ണമായിട്ട് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യം, മറാത്ത്വാദ പോലെയുള്ള കോൺഗ്രസിന്റെ ശക്തി മേഖലകളിൽ പോലും ആ പാർട്ടി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥ. മുംബൈയിൽ ശക്തി അവകാശപ്പെട്ട താക്കറെ വിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് BJPയും ഷിൻഡെ വിഭാഗവും നൽകിയിരിക്കുന്നത്. വിദർഭ അതുപോലെ തന്നെയുള്ള ഗ്രാമീണ മേഖലകൾ 2024 ലോസ് ഉണ്ടായിടത്തെല്ലാം അത് ഗെയിൻ ആക്കി മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. വെറും 6 മാസം കൊണ്ട് പിക്ചർ അഭി ബാക്കി ഹേ എന്ന് പറയുന്നു മഹാരാഷ്ട്ര.